അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്നും പരമമായ ഉണർവിന്റെ അവസ്ഥയിലേക്ക് ഉൾക്കണ്ണ് തുറക്കാൻ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ശിവരാത്രിയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ജനമനസ്സുകളിൽ ഈശ്വരചിന്തയുടെയും ഭക്തിയുടെയും ഭാവങ്ങൾ ഉയർത്തുന്ന മഹോത്സവമാണ് മഹാശിവരാത്രിയെന്നും അമ്മ ശിവരാത്രി ദിന സന്ദേശത്തിൽ പറഞ്ഞു. ശിവനെന്നാൽ മംഗളമാണ്, പരമമായ സത്യമാണ്, പരമമായ മംഗളം. എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വരഭക്തിയിൽ നിന്നും ഈശ്വര സമർപ്പണത്തിൽ നിന്നും മാത്രമേ നന്മയും ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവുകയുള്ളൂവെന്നും ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗത്തിലൂടെ പോകാൻ ഏവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ എന്നും അമ്മ പറഞ്ഞു. ജനമനസ്സുകളിൽ ഈശ്വരചിന്തയുടെയും ഭക്തിയുടെയും ഭാവങ്ങൾ ഉയർത്തുന്ന മഹോത്സവമാണ് മഹാശിവരാത്രി. ശിവമെന്നാൽ മംഗളം, പരമമായ സത്യമാണ്, പരമമായ മംഗളം. എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വരഭക്തിയിൽ നിന്നും ഈശ്വര സമർപ്പണത്തിൽ നിന്നും മാത്രമേ നന്മയും ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവുള്ളൂ. നന്മയ്ക്കും തിന്മയ്ക്കും സത്യത്തിനും അസത്യത്തിനും സൗന്ദര്യത്തിനും വിരൂപതയ്ക്കും എല്ലാം അതീതമായ ഒരാത്മസത്ത, അതാണ് ശിവൻ. അവിടെ നിത്യനും മുക്തനും ഏകനും സകല ജീവന്മാർക്കും നാഥനും പ്രപഞ്ചമാകുന്ന ശരീരത്തോടു കൂടിയവനും ഭക്തന്മാരിൽ അതിയായ വാത്സല്യമുള്ളവനും അവിടെ രക്ഷയിൽ സദാ ജാഗ്രതയുള്ളവനും ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നവനുമാണ്. ചന്ദ്രക്കല ചൂടി ഗംഗയെ ശിരസിലേറ്റി സർപ്പങ്ങളെ അലങ്കാരമാക്കി പുലിത്തോലും കൊടുത്ത് ദേഹം മുഴുവൻ ഭസ്മണിഞ്ഞുള്ള ശിവൻ്റെ രൂപം മനസ്സിനെ ഏകാഗ്രമാക്കാനും ഹൃദയത്തെ ആനന്ദിപ്പിക്കാനും ഏറ്റവും യോജിച്ചതുമാണ്. ശിവൻ്റെ വേഷവും അലങ്കാരങ്ങളും ലീലയും എല്ലാം തന്നെ നമ്മുടെ മായാമോഹത്തിൽ നിന്നും ഉണർത്താൻ വേണ്ടിയുള്ളതാണ്. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും പരമമായ ഉണർവിൻ്റെ അവസ്ഥയിലേക്ക് ഉൾക്കൺ തുറക്കാൻ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് ശിവരാത്രി. ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗത്തിലൂടെ ആ പൂർണ്ണതയിലേക്ക് ഉണരുവാനും ഉയരുവാനും എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ.